ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ PSC കോച്ചിങ് ക്ലാസ്സിൽ മാത്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാത്സിൽ LP UP സിലബസ് പ്രകാരം ഭിന്നസംഖ്യകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഭിന്നസംഖ്യകൾ എന്ന് വെച്ചാൽ അംശവും ഛേദവുമുള്ള സംഖ്യകളെയാണ്. മുകളിൽ എഴുതുന്ന സംഖ്യയെ അംശമെന്നും താഴെ എഴുതുന്ന സംഖ്യയെ ഛേദമെന്നും വിളിക്കാം. അതായത് P/Q എന്ന രീതിയിൽ എഴുതുന്ന സംഖ്യകളാണ് ഭിന്നസംഖ്യകൾ. ഇനി പൊതുവായി PSC എക്സാമുകളിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന വിധം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 4 ഓപ്ഷനുകൾ തന്ന ശേഷം ഏറ്റവും ചെറിയ ഭിന്നസംഖ്യയെ കണ്ടെത്താൻ പറയുകയാണെങ്കിൽ ഇവയിലെ ഈ 4 ഓപ്ഷനിലെയും ഓരോ സംഖ്യയിലെയും അംശവും ഛേദവും വ്യത്യസ്ത സംഖ്യകളാണെങ്കിൽ, മാത്രമല്ല അംശവും ഛേദവും തമ്മിൽ 1 എന്നൊരു നമ്പറിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂവെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യകൾ അംശവും ഛേദവുമായി വരുന്ന ഭിന്നസംഖ്യയെ നമുക്ക് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യയായിട്ട് തിരഞ്ഞെടുക്കാം. ഓക്കെ, ഇനി വലിയ ഭിന്നസംഖ്യ ചോദിക്കുന്നു. ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതെന്ന് ചോദിക്കുന്നു. മാത്രമല്ല എല്ലാ ഓപ്ഷനിലെയും അംശം 1 ആണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ഭിന്നസംഖ്യ, അതായത് ഏറ്റവും ചെറിയ ഛേദം വരുന്ന ഒരേ അംശങ്ങളുള്ള ഭിന്നസംഖ്യകളിൽ ഏറ്റവും ചെറിയ ഛേദം വരുന്ന സംഖ്യയായിരിക്കും ഏറ്റവും വലിയ ഭിന്നസംഖ്യ. ഇനി മറ്റൊരു രീതി, വ്യത്യസ്തമായ ഭിന്നസംഖ്യകൾ ഓപ്ഷനിലുണ്ടെങ്കിൽ നമുക്ക് ഓരോ 2 ജോഡിയും എടുത്ത് അവയുടെ ഓരോന്നിൻ്റെയും അംശം കൊണ്ട് രണ്ടാമത്തേതിൻ്റെ ഛേദത്തെ ഗുണിക്കാം. ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണനഫലം നൽകുന്നത് ഏത് ഭിന്നസംഖ്യയാണോ, ഏറ്റവും വലിയ ഗുണനഫലം നൽകുന്നത് ഏത് ഭിന്നസംഖ്യയുടെ അംശം കൊണ്ട് ഗുണിക്കുമ്പോഴാണോ ആ ഭിന്നസംഖ്യയായിരിക്കും ഏറ്റവും വലിയ ഭിന്നസംഖ്യ. എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ഓപ്ഷനിൽ നിന്ന് 2 ഭിന്നസംഖ്യകൾ വീതമെടുത്ത് ഓരോന്നിൻ്റെയും അംശത്തെ രണ്ടാമത്തേതിൻ്റെ ഛേദം കൊണ്ട് ഗുണിക്കുക. ഇങ്ങനെ ഓരോ 2 വീതം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഭിന്നസംഖ്യയുടെ അംശമായിരിക്കും വലിയ ഗുണനഫലം നൽകുന്നത്. ആ ഭിന്നസംഖ്യയെ നമുക്ക് ഏറ്റവും വലിയ ഭിന്നസംഖ്യയായിട്ട് തിരഞ്ഞെടുക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ 2 സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്. അതേ സംഖ്യകളുടെ ഗുണനഫലവും തന്നിട്ടുണ്ടെങ്കിൽ, അതായത് 2 ഭിന്നസംഖ്യകളുടെ തുകയും 2 ഭിന്നസംഖ്യകളുടെ ഗുണനഫലവും തന്നിട്ടുണ്ട് എങ്കിൽ അവയുടെ വിൽക്രമങ്ങളുടെ തുക എത്ര എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട സമവാക്യം ഇക്വേഷൻ ഇതാണ്. വിൽക്രമങ്ങളുടെ തുക സമം തന്നിട്ടുള്ള സംഖ്യകളുടെ തുക ഹരിക്കണം സംഖ്യകളുടെ ഗുണനഫലം. ഇതേ സമവാക്യം വെച്ചിട്ട് ചെയ്യുക. ഇനി മറ്റൊന്ന് പൊതുവെ ചോദിക്കാറുള്ള ചോദ്യമാണ് മിശ്ര ഭിന്നത്തിൻ്റെ സങ്കലന പ്രക്രിയ. ഇതിൽ സങ്കലനമായിട്ടും അതുപോലെ വ്യവകലനമായിട്ടും വരാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. 2 1/5 പ്ലസ് 3 2/5 പ്ലസ് 4 2/5 പ്ലസ് 1. ഇതിൻ്റെ ആൻസർ എത്ര ഓപ്ഷനിൽ നിന്ന് ഏതാണെന്ന് ചോദിക്കാം. ഇവിടെ പൂർണ്ണസംഖ്യകൾ തിരഞ്ഞെടുക്കുക. ആദ്യം ഇവിടെ പൂർണ്ണസംഖ്യകൾ 2 3 4 1 എന്നിവയാണ്. ഇവ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 10 ലഭിക്കും. ഇനി ഭിന്നസംഖ്യകൾ ഏതൊക്കെയാണ്? 1/5 2/5 2/5 എന്നിവയാണ്. ഇവ തമ്മിൽ കൂട്ടുമ്പോൾ ഒരേ ഛേദമായതിനാൽ അംശങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് അതേ ഛേദം എഴുതിയാൽ മതി. അപ്പോൾ 1 + 2 + 2 5 അല്ലേ? അപ്പോൾ ഭിന്നസംഖ്യ നമുക്ക് കിട്ടുന്നത് എങ്ങനെ? 5/5. 5/5 എന്ന് പറഞ്ഞാൽ ഉത്തരം 1 ആണല്ലോ. അപ്പോൾ 10 + 1 = 10. അടുത്ത ക്വസ്റ്റ്യൻ, 2 ഭിന്നസംഖ്യകൾ തന്നാൽ അവയുടെ സങ്കലനം എങ്ങനെ കാണാമെന്നാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇവിടെ തന്നിട്ടുള്ള ഭിന്നസംഖ്യകൾ 2/5 3/7 ഇവ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി അഥവാ സങ്കലനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആദ്യം ഛേദങ്ങളുടെ LCM ആണ്. ഒരേ ഛേദമാണെങ്കിൽ ഛേദത്തെ അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. വ്യത്യസ്ത ഛേദമാകുമ്പോൾ LCM എടുക്കണം. ഇവിടെ 7 5 എന്നീ സംഖ്യകളുടെ LCM 7 × 5 എന്ന രീതിയിൽ കണ്ടെത്താം. അതായത് 35 ഇവിടുത്തെ LCM. ഇനി 35 കൊണ്ട് 2 ഭിന്നസംഖ്യകളെയും ഗുണിക്കുക. അപ്പോൾ 2/5 × 35 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 × 7 കിട്ടും. അതായത് 35നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 7 ആണല്ലോ ഉത്തരം. അങ്ങനെ 2 × 7 14. ഇനി അടുത്ത ഭിന്നസംഖ്യയായ 3/7നെയും 35 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എങ്ങനെ കിട്ടും?
3/7 ഇൻറ്റു 35 സമം എന്തായി മാറും? 3 ഇൻറ്റു 5, അതായത് 15 എന്ന് കിട്ടും. ഇനി ഇത് മാത്രമല്ല, നമുക്ക് ഛേദമായിട്ട് എന്താ ഉപയോഗിക്കേണ്ടത്? 35 തന്നെയാണ്. എന്താണോ LCM അത് തന്നെയാണ് ഇവിടെ ഛേദമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അംശമായിട്ട് കിട്ടിയത് 14ഉം 15ഉം തമ്മിൽ ആഡ് ചെയ്താൽ 29 കിട്ടും. അപ്പോൾ ഉത്തരം 29/35. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഈ ക്ലാസ്സിന് അനുസരിച്ചുള്ള ഒരു ചെറിയ എക്സാം ഇടുന്നതായിരിക്കും. നന്നായി പഠിച്ച് എക്സാം എഴുതി മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.